ഒരു സാധനം ഇങ്ങനെയൊക്കെ കറി വെച്ചാലും അപാര ടേസ്റ്റാണല്ലേ. അതുപോലെ തന്നെ ഈ ചെമ്മീനും മാങ്ങയും കൂടി മുളകും തേങ്ങ അരച്ച് വെച്ചാലും, അതുപോലെ വെറുതെ മഞ്ഞ കളറിൽ തേങ്ങ അരച്ച് വെച്ചാലും ഉണ്ടല്ലോ, അതിൻ്റെ ചട്ടിയിലിട്ട് പിറ്റേ ദിവസം ഒന്ന് ചോറ് നോക്കിയിട്ടുണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ചെമ്മീനും മാങ്ങയും തേങ്ങ അരച്ച് വെച്ചതിൻ്റെ ചട്ടിയിലിട്ട് ചോറിനുള്ള ഒരു വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. നല്ല വലിയ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് മുളകും തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പിക്ക് മുമ്പ് തന്നെ നമുക്ക് ചെമ്മീൻ എങ്ങനെയാണ് കിള്ളി വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് മുമ്പ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെയും ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തലഭാഗത്തുള്ള അഴുക്കും ആ മുകളിലുള്ള ഞരമ്പും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കിള്ളി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ തല ഇങ്ങനെ കറിയിലിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ കറിക്ക് ഒരു പ്രത്യേക രുചി കിട്ടും. അപ്പോൾ ഇതേ ചെമ്മീനൊക്കെ ഞാൻ നന്നായിട്ട് കിള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 3 പിടി നല്ല പച്ച തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാം. മിക്സിയൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും അതുപോലെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ട് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഇത് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം. ഇത് താളിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ ചെറിയ ചെമ്മീനാണ് എപ്പോഴും മുളകും തേങ്ങ അരച്ച് വെച്ചാൽ കൂടുതൽ ടേസ്റ്റി. പക്ഷേ വലിയ ചെമ്മീൻ ടേസ്റ്റിന് ഒട്ടും പുറകിലല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.